പോകാൻ പോകുന്നത് മലക്കപ്പാറ വാൽപ്പാറ റോഡ് ട്രിപ്പാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത് അതിരപ്പള്ളി വഴിയാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഒരു ആംബിയൻസ് തുടങ്ങുന്നത് ഈ ഏരിയയിലാണ്. നമ്മള് ഫസ്റ്റ് എത്തിയിട്ടുള്ളത് അതിരപ്പള്ളിയാണ്. അതിരപ്പള്ളി ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം സമയം കളയുന്നില്ല. കാരണം നമ്മള് കുറെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ വന്നിട്ടില്ല. ഇവിടേക്ക് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മള് ഒരു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ രസമുണ്ട്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് മഴയില്ല കേട്ടോ. നല്ല കാലാവസ്ഥ ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ള കാരണം നമുക്ക് നല്ലപോലെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ടൈം. വാൽപ്പാറയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് കാലത്ത് 6 മണിക്കാണ്. ഈവനിങ് 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ ചെക്ക് പോസ്റ്റ് കടക്കാൻ സാധിക്കുമ്പോൾ അത്ര ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനും സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ്, മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഈവനിങ് 4 മണിക്ക് ശേഷം ഒരു വണ്ടിയും തിരിച്ച് നമ്മളെ കടത്തിവിടില്ല. അപ്പോൾ നേരത്തെ പോയാൽ മാത്രമാണ് എല്ലാ വ്യൂസും കണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സമയത്ത് നമുക്കൊരു എൻട്രി പാസ് കിട്ടും. ആ എൻട്രി പാസ് നമ്മൾ മലക്കപ്പാറയിൽ കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മലക്കപ്പാറ റിട്ടേൺ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു എൻട്രി പാസ് കിട്ടും. അത് അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഇതിനിടയിൽ ഒരു പെട്രോൾ പമ്പോ കാര്യങ്ങളില്ല. 120-130 കിലോമീറ്റർ നമ്മൾ വൺ സ്ട്രെച്ച് പോകുന്നതാണ്. വാൽപ്പാറയിലാണ് അടുത്ത പെട്രോൾ പമ്പ് ഉള്ളതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇടയിൽ വെച്ച് പഞ്ചർ ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം, വെഹിക്കിൾ മാക്സിമം കണ്ടീഷനിൽ വേണം പോകാനായിട്ട്. ഇടയിൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സെറ്റർ കൈ പിടിക്കാൻ ശ്രമിക്കുക. ഈ മഴക്കാലത്ത് നല്ല തണുപ്പാണ് ഈ കാട്ടിലൂടെ പോകുന്ന സമയത്ത്. പിന്നെ ഒരു കാര്യം, ആനകളും വന്യമൃഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും പലപ്പോഴും പലരും പോകുമ്പോൾ ആനകൾ റോഡിൽ വന്ന് നിൽക്കുന്നതായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആക്സിഡൻറ്റുകളൊക്കെ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ലോ സ്പീഡിൽ പോകാനായിട്ട് ശ്രമിക്കുക. അവർ പറഞ്ഞിട്ടുള്ള ഏരിയകളിൽ എത്തുമ്പോൾ സ്ലോ ഡൗൺ ചെയ്തിട്ട് പോകാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ യാത്രയിൽ അഡ്വഞ്ചറസ് ആയിട്ട് തോന്നുന്ന റോഡ് എന്നുണ്ടെങ്കിൽ അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ വരെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ഈ എയർപിന്ന് മാതിരിയുള്ള സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത്. മലക്കപ്പാറ എത്തുന്നവരെയാണ് ഒരു അഡ്വഞ്ചറസ് റൈഡ് എന്ന് പറയാനേ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വ്യൂ പോയിന്റുകളും അതോടൊപ്പം തന്നെ എയർപിന്നുകളൊക്കെ നടന്നിട്ടുള്ള വഴിയാണ്. എനിക്ക് ഈ റൈഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ പോകുമ്പോഴാണ് ഏകദേശം 40 എയർപിന്നുകൾ വരുന്നുണ്ട്. പിന്നെ റോഡ് ഇത്തിരിയും കൂടിയും ക്ലീനും അതോടൊപ്പം തന്നെ സേഫ്ലി ബാരിക്കേറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഈ വാൽപ്പാറയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഷോളയാർ എത്തുമ്പോൾ ഡാമും പിന്നെ പവർ സ്റ്റേഷനും പിന്നെ അവിടെ വെച്ച് കുറച്ച് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ആ ഏരിയയിലുണ്ട്. അതുവരെ വേറെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പില്ല. ഞാൻ പോകുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസൊക്കെ കയ്യെ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു സ്നാക്സ് ആയിക്കോട്ടെ, കുറച്ച് ബന്നൊക്കെ കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടം പോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുകളും ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പോയത് ഞങ്ങളുടെ സ്കൂട്ടിയിലാണെങ്കിൽ കൂടി ഇത്തിരി ഡേഞ്ചറാണ്. നമ്മൾ സ്കൂട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് കാറാണ് കൂടുതൽ സേഫ്. നമുക്ക് ഈ റൈഡ് ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു സ്കൂട്ടി തന്നെയായിരിക്കും കൂടുതൽ ബെറ്റർ. ഈ വാൽപ്പാറയിലേക്ക് എത്തുന്ന സമയത്ത് നിറയെ തേയിലത്തോട്ടങ്ങളാണ്. നല്ല കോടയും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ പോയ ദിവസം ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് തന്നെ റോഡ് ഭയങ്കര സ്ലിപ്പറി ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് മഴ കുറവായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെ സമയത്ത് നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ലിസ്റ്റ് പറഞ്ഞല്ലോ, എൻട്രി പാസ്, നമ്മൾ മലക്കപ്പാറയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത് കേട്ടോ. ഞാൻ അവിടെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് നമ്മൾ എൻട്രി അടിച്ചു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വാൽപ്പാറയിലൂടെ പൊള്ളാച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേണുള്ള പാസ് എടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ 4 മണിക്കുള്ളിൽ ഈ പാസ് ഇതിൽ കൂടെ കടന്ന് തിരിച്ചു പോകണമെന്ന്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി ഉണ്ടാവില്ല. നമ്മൾ പൊള്ളാച്ചി വഴി തന്നെ നമ്മൾ കേരളത്തിലേക്ക് കിടക്കേണ്ടി വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ വരുന്ന സമയത്ത്
എത്രയും നേരത്തെ കടക്കാൻ പറ്റിയാലാണ് നമുക്ക് തിരിച്ച് ആ വഴിയിലൂടെ തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ പൊള്ളാച്ചി കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളും അതോടൊപ്പം തന്നെ ഹെയർ പിന്നുകളും ഇറങ്ങിയാണ് പോകേണ്ടത്. നല്ല കോടയും കിട്ടും. അപ്പോൾ നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യുക. കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ഫുഡ് മാക്സിമം കഴിക്കാതെയാണ് ഇരുന്നേട്ടാ. നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വഴിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ മാങ്ങയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എടുത്ത്. വേറെ ഫുഡുകളോ കാര്യങ്ങളൊന്നും കഴിച്ചില്ല. ആയി കൂടിയിട്ട് നമ്മൾ ഷോളയാർ എത്തിയ സമയത്ത് ഒരു മാഗി വാങ്ങിച്ച് കഴിച്ചു. അത്രയാണ് ഞങ്ങളുടെ ഫുൾ ഡേയിലുണ്ടായിരുന്ന ഫുഡ്. അതിന് വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് വേറെ കഴിച്ചേട്ടാ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാലത്ത് 8 മണിക്കായിരുന്നു. പിന്നെ അതിരപ്പള്ളിയിലെത്തിയത് ഒരു 10 മണി സമയത്താണ്. അതിന് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് പൊള്ളാച്ചിയൊക്കെ കറങ്ങിയിട്ടാണ് എത്തിയത് കേട്ടോ. പൊള്ളാച്ചിയിൽ നമ്മൾ ഏകദേശം ഒരു 7 മണിയായപ്പോൾ എത്തി. വാൽപ്പാറയിൽ നിന്ന് ഏകദേശം 95 കിലോമീറ്ററാണ് പൊള്ളാച്ചിയിലേക്ക് വരുന്നത്. നമുക്ക് ഹൈ സ്പീഡിൽ വരാനായിട്ട് സാധിക്കില്ല, പതുക്കെയാണ് വരാൻ സാധിക്കുള്ളൂ. എന്നുണ്ടെങ്കിൽ ഹെയർ പിന്നെ എങ്ങനെയാണ്. പിന്നെ നമുക്ക് കുറേ വ്യൂ പോയിന്റ് പറഞ്ഞല്ലോ, അതിലാണ് ഷോളയാർ പോയിന്റ് വരുന്നത്. ഷോളയാർ പോയിന്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ മാഗി കഴിച്ച കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങളുടെ റൈഡ് ഞങ്ങൾക്ക് അത്രത്തോളം ഒന്നും ക്ഷീണം വന്നില്ല. മെയിനായിട്ടൊരു കാര്യം തന്നെ ചൂടില്ലല്ലോ, നല്ല തണുപ്പാണ്. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സെറ്റർ ഇട്ടുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വരയ്ക്കണ അവസ്ഥയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ ഇറങ്ങി വാൽപ്പാറയിലെ വ്യൂസൊക്കെ കണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ നിർത്തി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ റൈഡ് ചെയ്തില്ല. ഒരു 30-35 എന്നുള്ള സ്പീഡിലാണ് പോകുന്നത്. ഓവർ സ്പീഡിൽ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. വാൽപ്പാറ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തേയിലേര ഏരിയാസാണ് കേട്ടോ. ഏകദേശം ഒരു 7-8 കിലോമീറ്ററോളം തേയില തന്നെ കാണാൻ സാധിക്കുക. ഞങ്ങളവിടെയൊക്കെ ഇറങ്ങി വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. 4-5 റീൽസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് തേയിലകളൊന്നും പൊട്ടിക്കാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടേക്കുള്ള എൻട്രീസ് മാക്സിമം സ്ഥലങ്ങളിലും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കടക്കാനൊക്കെ ആയിട്ടാ. പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് വന്ന എനിക്കൊരു കാര്യം, തേയിലേര ഫാക്ടറി ഒക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ എൻട്രി ചെയ്യാം. ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്കൂൾ വൈബിലല്ല പോയത്, അതുകൊണ്ട് തന്നെ അവിടേക്കൊന്നും പോയില്ല. പിന്നെ കുറച്ച് തേയിലൊക്കെ ഞങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ചേച്ചിമാരെ കൊണ്ട് വന്നിട്ട് തേയില കട്ട് ചെയ്യേണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പം പിന്നെ ആ ചേച്ചി ഒന്നും കൂടി കട്ട് ചെയ്ത് ഞങ്ങളുടെ വീഡിയോയിലൊന്ന് പോസ്റ്റ് ചെയ്തൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് റൈഡൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം ആദ്യമൊക്കെ ഓടിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഓടിക്കാൻ ഇത്തിരി പേടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി നോർമൽ റോട്ടിൽ കൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഓടിച്ച് എന്നെ സഹായിച്ചു തന്നു കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ തണ്ടലൊരു തീരുമാനമാവുന്നുള്ള കാര്യം എനിക്ക് തന്നെ ഒരു പിടുത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റൈഡുകളൊക്കെ ഇങ്ങനെ പോയി. അപ്പം നമ്മളിപ്പോൾ വാൽപ്പാറയാണ് കേട്ടോ. വാൽപ്പാറ ടൗണാണ് ഇത് തോന്നുന്നത്. ഇനിയിപ്പോൾ പൊള്ളാച്ചിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ്, നീലമുടി വ്യൂ പോയിന്റ് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു. നമ്മൾ അധികം അങ്ങനെ കറങ്ങാൻ നിൽക്കുന്നില്ല, കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു 4 മണിയായി. അപ്പോൾ നമ്മളിനി കുറേ കറങ്ങാൻ നിന്നാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റാവും. നമുക്കപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നമുക്ക് തിരിച്ച് ഇനി അങ്ങോട്ട് റിട്ടേൺ പോവാം കേട്ടോ. റിട്ടേൺ പോകുന്നത് പൊള്ളാച്ചി വഴിയാണ്. പിന്നെ ഗൂഗിളിൽ ഏതെങ്കിലും വേറെ വഴി കാണിക്കുവാണെങ്കിൽ നമ്മൾ മേ ബി അത് ട്രൈ ചെയ്യും. അല്ല എളുപ്പ വഴി ഉണ്ടെങ്കിൽ അതാവും ഒത്തിരി കൂടെ നല്ലത് കേട്ടോ. സോ നമ്മളിനി അല്ല സ്റ്റേറ്റ്യൂണൊന്നും പറയാനില്ല. ഇവിടെ ഇനി കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കായില്ലേ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കറങ്ങാനൊന്നും നിൽക്കില്ല, കാരണം ഇരുട്ടാക്കണ്ടല്ലോ. ഇന്ന് അങ്ങോട്ട് ടയേർഡും ആവും. കുറേ അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സ്കൂട്ടിയല്ലേ, ഒന്നും വയ്യാണ്ടാവും. നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് ഇത്രയ്ക്ക് ഉണ്ടല്ലോ. ഇപ്പം തന്നെ എത്ര കവർ ചെയ്തു? 146 കവേർഡാണ്. പ്ലസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, നമ്മൾ നോക്കാതെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു 150 കഴിഞ്ഞു കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പൊള്ളാച്ചിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ എത്തുന്നവരെയുള്ള വീഡിയോസ് എടുക്കാതിരുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു കടയിൽ ചാർജ് ചെയ്തിട്ട് കുറച്ച് നേരം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15% ആയിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും കുറച്ച് ഫുട്ടേജസ് എടുത്തിട്ടുള്ളത്. ഇനി പൊള്ളാച്ചി മാർക്കറ്റിലൊന്ന് പോയിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവരൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് മാക്സിമം 1-2 പേരായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈഡിനൊക്കെ ബൈക്കിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സേഫ്റ്റി ആയിട്ട് വരാൻ സാധിക്കും. പിന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എപ്പോഴും പൊള്ളാച്ചി കൂടി വരിക എന്നുള്ളതാണ് കേട്ടോ. പൊള്ളാച്ചിയിലേക്ക്, ഈ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് എത്തുന്നവരെയാണ് കൂടുതൽ വൈബ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ
നിങ്ങൾ ഈ റൂട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. താങ്ക്